സ്വതനയം ഇത്രേ വേണ്ടു. ഇതാണോ കാര്യം? അത് എപ്പോൾ ചാവാലോ. സ്വാങ്കേ തൻ്റെ അംഗത്തിങ്കൽ, സ്വതനയം തൻ്റെ പുത്രനെ, നിധായ നിധാനം ചെയ്യുക, തൻ്റെ മടിത്തട്ടിൽ തൻ്റെ പുത്രനെ കിടത്തുക. സ്വാങ്കേ സമ്പ്രതിശായൻ സുതനയം അരെ ധർമാംഗതം, ധർമാംഗതനായിട്ടുള്ള സ്വതനയനെ സ്വാംഗത്തിങ്കൽ ശായനായി തീരുക, ശയിപ്പിക്കുക. അത് ആദ്യം പറഞ്ഞാൽ മതി. എത്രയൊന്നും കഠിനകഥയെ ഞാൻ പറഞ്ഞു ചെയ്താണെങ്കിൽ അങ്ങനെ കിടന്നാൽ മാത്രം പോരാ. കുട്ടികളാവുമ്പോൾ ബാല്യകാലത്ത് നടക്കാൻ പറ്റുന്ന സമയത്ത്, മുട്ടുകുത്ത് നടക്കുന്ന സമയത്ത്, ഓടി നടക്കുന്ന സമയത്ത് ചിലപ്പോൾ തടിയും മണ്ണും ഒക്കെ കളിച്ച് വേർത്ത് മണ്ണൊക്കെ ദേഹത്തായി പറ്റി പിടിച്ച് ഓടി വന്ന് അച്ഛൻ്റെ മടുത്തിട്ട് ചവിട്ടി കയറുമ്പോൾ ഉണ്ണി മാറി നിൽക്കും. എന്താ അത് ആരും പറയില്ല. ധന്യന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. നീ പുത്രനാകുമ്പോൾ പും ദ്രായതേ ഇനി പുത്രാതാണ്. പും എന്നുള്ള നരകത്തിങ്ങനെ ദാനം ചെയ്യുന്നവനാ പുത്രനെ. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണ്ണും ചളിയും പൊടിയും വൃത്തികേടായിട്ടുള്ള ശരീരം, ചിലപ്പോൾ ദുർഗന്ധമൊക്കെ വന്നിട്ടുണ്ടാവും, ഓടി നടന്നിട്ട് ശരീരമൊക്കെ വിട്ട് അങ്ങനെയുള്ള പുത്രനാണെങ്കിലും താൻ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ തൻ്റെ മടിത്തട്ടിലേക്ക് ഊട്ടിക്കുന്ന ചവിട്ടി കയറുമ്പോൾ അത് സുഖം തന്നെയാണ്. വൃത്തികേടാപ്പെട്ട് തട്ടിക്കളയൊന്നുമില്ല. അത് കുട്ടിക്കാലത്തല്ലേ. ഇപ്പോൾ യൗവന ആരംഭമൊക്കെ അതിനുള്ള പുത്രനാവോ അച്ഛാ അവിടെ ഇരിക്കും, ഞാൻ മടിയിൽ തലവെച്ച് തരട്ടെ. സാധാരണ ചെറുപ്പക്കാരായിട്ടുള്ള മക്കളൊന്നും അച്ഛനോട് അങ്ങനെ പറയാറില്ല. പറഞ്ഞത് തെറ്റുമല്ല, ചെയ്യാം, കിടക്ക ചെയ്യാം. അവനവൻ്റെ അച്ഛനും അവനവൻ്റെ മകനുമാണ് എപ്പോഴും ആവാം. അതിപ്പോൾ ആദ്യം പറയാതിരിക്കുന്നതാണെങ്കിൽ സ്വതനയം ധർമാംഗതം ശായൻ സ്വാങ്കേ, സ്വാംഗത്തിങ്കൽ സ്വതനയനായിട്ട് ധർമാംഗതനെ ശായനായിട്ട് ആസ്യ ശിരസ്വാസിന സദ്യ ഛിന്തി, ഇദ്ദേഹത്തിൻ്റെ ശിരസ് ഈ സമയത്ത് ശ്വാസി കൊണ്ട് തൻ്റെ വാളുകൊണ്ട് സദ്യ ഛിന്തി ഉടനെ തന്നെ ഛേദിക്കണം. അതാണ് അടിയൻ ആവശ്യപ്പെടുന്നത്. ഇത് വിചാരിച്ച